അല്ല, തന്റെ ഈ നാക്കും പിണക്കുമാണ് ഏറ്റവും പ്രശ്നം. അത് പരിഹരിച്ചല്ലോ. ഇനി കാണാൻ വരാന്ന് ഞാൻ പറയുന്നില്ല. ഇയാൾക്ക് തോന്നുമ്പോ പറ, അപ്പൊ ഞാൻ വരാം. എനിക്കും എപ്പോഴും കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ താൻ എന്റെ ജോലിയുടെ അവസ്ഥ മനസ്സിലാക്ക്. അങ്ങനെയാണെങ്കിൽ എന്നെ വേഗം കല്യാണം കഴിക്കി. അത് വീട്ടിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ. എന്റെ ചേച്ചിയുടെ പ്രോബ്ലം സോൾവ് ആക്കിയിട്ട് കല്യാണം കഴിക്കാന്ന വീട്ടിൽ സംസാരം. ഓക്കെ, സമ്മതിച്ചു. ഒരു എൻഗേജ്മെന്റ് നടത്തിവെക്കാലോ. അല്ലെങ്കിൽ ഒരു മോതിരം മാറ്റെങ്കിലും പോട്ടെ. അറ്റ്ലീസ്റ്റ് ഒന്ന് എന്റെ വീട്ടിൽ ഒന്ന് പെണ്ണ് ചോദിക്കേ, എന്നെ കാണാൻ വരെ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് അഖിലിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഞാൻ ഓക്കെയാണ്. ഇതിപ്പോ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? എന്റെ കസ എന്നെക്കാൾ എത്ര ഇളയതാന്നറിയോ? അവളുടെ കല്യാണം കഴിഞ്ഞോള് പ്രഗ്നന്റ് ആയി. ഞാനിപ്പോഴും എന്നെ ഒന്ന് വന്ന് പെണ്ണ് കാണുമെന്ന് റിക്വസ്റ്റ് ചെയ്ത് നടക്കുകയാണ്. എന്റെ ഒരു അവസ്ഥ നോക്കിയേ. നമുക്ക് സമാധാനം ഉണ്ടാക്കാം. താൻ ഇനി ഇതും പറഞ്ഞ് വഴക്കിടല്ലേ. ഞാനൊരു വഴക്കിനുമില്ലേ. ഞാൻ കാരണം ആർക്കൊരു സമാധാനക്കുറവ് ഉണ്ടാവണ്ട. ഞാൻ എപ്പോഴും വിളിക്കുമ്പോ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് ഇന്ന് തന്നോട് വഴക്കിടരുതെന്നാ. പക്ഷെ താൻ വഴക്കിടാതെ ഒരിക്കലും ഫോൺ വയ്ക്കില്ലല്ലോ. അത് മനഃപൂർവ്വം അല്ലല്ലോ. പറഞ്ഞു പറഞ്ഞ് അങ്ങനെ സംഭവിച്ചു പോകുന്നല്ലേ. എന്തായാലും ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. എടീ, നീ മരിക്ക് പഠിക്കാൻ നോക്കിയേ. ആദ്യം നല്ലൊരു ജോലി, അതാണ് ഇന്നത്തെ പെൺകുട്ടികൾക്ക് വേണ്ടത്. ഹലോ, എന്താ എന്താ? സ്വന്തം കാലിൽ നിന്നിട്ട് വേണം കല്യാണം എന്നൊക്കെ ചിന്തിക്കാൻ. കൊള്ളാം, താൻ തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. ആരാ അമ്മ അടുത്ത് വന്നു? അതെ അതെ അതെ. ജീവിതത്തിൽ അങ്ങനെ പല പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മളിങ്ങനെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ ഓക്കെ, വെറുതെ ഉരുണ്ട് മണ്ണ് പറ്റണ്ട. ഞാൻ വച്ചേക്കാം. ഓക്കെ, എന്നാ ശരി. ഓക്കെ, എന്നാ ശരി. അമ്മയോ?